ഉസ്താദെ, ഉം. ഓണൊക്കെ വരികയാണല്ലോ. അതെ. ഒരു സംശയം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? അപ്പോ മുസ്ലിമീങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് അള്ളാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം ഇതൊന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി നിർബന്ധമാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഓണം എന്നുള്ളതാണ്. അതാണല്ലോ എന്റെയും സംശയം. പലരും പറയുന്നത് ഓണം വെറും ഒരു കേരളീയ ആഘോഷമാണെന്നാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. ഓണം കേരളത്തിന്റെ വലിയ ആഘോഷമാണ്. വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക വശവും അതിനുണ്ട്. പക്ഷേ അതിന്റെ പരമ്പരാഗതമായ ഐതിഹ്യം എന്താണെന്ന് കൂടി നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഓണത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കഥ മഹാബലിയെക്കുറിച്ചുള്ളതാണ്. കേരള ടൂറിസത്തിന്റെ ഔദ്യോഗിക വിവരണത്തിൽ പോലും മഹാബലി വിഷ്ണുവിന്റെ വാമനാവതാരം. മഹാബലി പാതാളത്തിലേക്ക് പോകുന്നത് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരുന്നു എന്ന വിശ്വാസം. ഇതൊക്കെയാണ് ഓണത്തിന്റെ പ്രധാന ഐതിഹ്യമായി പറയുന്നത്. അപ്പൊ ഓണം വെറും സദ്യയും പൂക്കളവും മാത്രമല്ല അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂക്കളം ഉണ്ടാകും, ഓണസദ്യ ഉണ്ടാകും, പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാകും, കളികളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം ഒരു മതപുരാണ പശ്ചാത്തലവും ഓണത്തിനുണ്ട്. പക്ഷെ ഉസ്താദെ, ഇതൊക്കെ അറിയാം. എന്നാലും ഒരു മുസ്ലിം പൂക്കളം ഇടുന്നതോ ഓണസദ്യ കഴിക്കുന്നതോ ചെയ്താൽ എന്താണ് പ്രശ്നം? ഇവിടെ ഓരോ കാര്യവും വേർതിരിച്ച് മനസ്സിലാക്കണം. ഒരു ഭക്ഷണം ഹലാലാണോ എന്നത് ഒരു ചോദ്യമാണ്. ഒരു മതാഘോഷത്തിന്റെ പങ്കാളിയാകുന്നത് മറ്റൊരു ചോദ്യമാണ്. രണ്ടും ഒരേ കാര്യമല്ല. ഉദാഹരണത്തിന്, ഹലാലായ ഒരു ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അത് സ്വയം ഹറാമാകുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക മതാഘോഷത്തിന്റെ ഭാഗമായി അതിൽ പങ്കുചേരുക, അതിന്റെ ആഘോഷ രീതികൾ സ്വീകരിക്കുക, ആ ആഘോഷത്തിന്റെ ഭാഗമായി സ്വയം അവതരിപ്പിക്കുക, ഇതാണ് മറ്റൊരു വിഷയമായി തീരുന്നത്. അപ്പൊ ഓണത്തിന് സദ്യ കഴിച്ചാൽ അതും ഹറാമായി തീരുമോ? ഇവിടെ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഓണസദ്യ എന്ന പേരിൽ വിളിക്കുന്ന ഓരോ ഭക്ഷണവും സ്വതവേ ഹറാമാണ് എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. ഭക്ഷണത്തിന്റെ സ്വഭാവം വേറെ പരിശോധിക്കണം. അതുപോലെ അത് എന്ത് ഉദ്ദേശത്തോടെയാണ് കഴിക്കുന്നത്, ഏത് പരിപാടിയുടെ ഭാഗമായാണ് കഴിക്കുന്നത്, അതിലൂടെ ആ ആഘോഷത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ടോ, ഇത് കൂടി നോക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിഗത സാഹചര്യത്തിന് അനുസരിച്ചുള്ള ഫിഖ്ഹ് വിധി അറിയാൻ വിശ്വസ്തനായ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതരോട് ചോദിക്കുന്നതാണ് ഉചിതം. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് അനുവദനീയമല്ല എന്നതാണ് കാരണം. ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന് ഒരു അതിരുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കാം, മറ്റുള്ളവരോട് നന്മ ചെയ്യാം, മറ്റുള്ളവരോട് സൗഹൃദത്തോടെ പെരുമാറാം. പക്ഷേ അതുകൊണ്ട് അവരുടെ മതാഘോഷം നമ്മുടേതായി മാറുന്നില്ല. പക്ഷെ ഉസ്താദെ, എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ. നമ്മൾ മാത്രം ആഘോഷിക്കാതിരുന്നാല് അതൊരു പ്രശ്നമല്ലേ? ഇതാണ് യഥാർത്ഥ പരീക്ഷണം. മറ്റുള്ളവർ ചെയ്യുന്നതല്ല നമ്മുടെ മാനദണ്ഡം. ഒരു മുസ്ലിം ചോദിക്കേണ്ടത് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നല്ല, അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇസ്ലാമിൽ മുസ്ലിമീങ്ങളുടെ സ്വന്തം ആഘോഷങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന 2 ആഘോഷങ്ങൾക്ക് പകരം അള്ളാഹു അതിലും ഉത്തമമായ 2 ആഘോഷ ദിനങ്ങൾ നൽകിയതായി ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മുസ്ലിം തന്റെ ഇസ്ലാമിക വ്യക്തിത്വം എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പൊ മറ്റുള്ളവരോട് സൗഹാർദ്ദം പാടില്ല എന്നാണോ? അല്ല, ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഇതാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. സൗഹൃദം വേണം, നീതി വേണം, നന്മ വേണം, അയൽക്കാരനോട് നല്ല പെരുമാറ്റം വേണം. പക്ഷേ മതാചാരത്തിൽ പങ്കുചേരുന്നത് വേറെയാണ്. ഇസ്ലാം നമ്മെ മറ്റുള്ളവരോട് അനീതി ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. അതേസമയം നമ്മുടെ അഖീദയിൽ വിട്ടുവീഴ്ച ചെയ്യാനും പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അവരുടെ മതാചാരം ഏറ്റെടുക്കുക, അത് വേണ്ട. ഇതാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പൊ ഓണം വരുമ്പോ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യനെ, ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമാണ്. ആരെയും പരിഹസിക്കേണ്ട, ആരെയും അധിക്ഷേപിക്കുകയും വേണ്ട, മറ്റുള്ളവരുടെ വിശ്വാസത്തെ അപമാനിക്കേണ്ട ആവശ്യമില്ല.
പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ അതിരുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. നമ്മുടെ മക്കളോടും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മോനെ, എല്ലാവരെയും ബഹുമാനിക്കണം. പക്ഷേ നമ്മൾ ആരാണ്? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ ആഘോഷങ്ങൾ എന്താണ് എന്ന് മറക്കരുത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വിഷയം ഓണം ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല അല്ലെ? അല്ല, വിഷയം നമ്മുടെ ഈമാനാണ്. നമ്മൾ ആരുടെ അടിമകളാണ്? അള്ളാഹുവിൻ്റെ. നമ്മുടെ ജീവിതത്തിന് മാതൃക ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ സന്തോഷവും ആഘോഷവും പോലും നമ്മുടെ ദീനിന്റെ അതിരുകൾക്കുള്ളിലായിരിക്കണം. ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ? അതെ അതെ, അതൊക്കെ കുറേ ചോദിക്കാനുണ്ട്. ഇനിയും കുറേ സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും ചോദിക്കാം. ഇൻഷാ അല്ലാഹ്.